പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ 7 ലക്ഷം മുതൽ 9 ലക്ഷം രൂപയാണ് ഫീസ്. NRI കോട്ട 22 ലക്ഷം രൂപയാണ്. അതേസമയം നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 23,000 മുതൽ 30,000 രൂപയാണ് ആനുവൽ ഫീസ്. പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ 50% സീറ്റ് ഗവൺമെൻറ് കോട്ടയാക്കി മാറ്റണം. തമിഴ്നാട്ടിൽ 50% സീറ്റുകൾ ഗവൺമെൻറ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതേപോലെ കർണാടക 40% സീറ്റ് വിട്ടുകൊടുത്തേക്കാണ്. ഇവിടെ AK ആൻ്റണി മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞു, സ്വകാര്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആയാലും സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജായാലും 50-50 എന്ന നിലയിൽ 2 കോളേജുകൾ സമം ഒരു സർക്കാർ സ്ഥാപനം എന്ന അർത്ഥത്തിൽ വരുമ്പോൾ കുട്ടികൾക്ക് കുറഞ്ഞ നിരക്കിലും പഠിക്കാൻ കഴിയും, സാമ്പത്തികമായി മുന്നോക്കമുള്ളവർക്ക് കൂടിയ ഫീസിലും പഠിപ്പിക്കാൻ കഴിയും. അത് ഇവർ അംഗീകരിച്ചില്ല. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ ഫീസ് കൂടുതൽ വാങ്ങിച്ചാൽ ആ സാമ്പത്തികം നമുക്ക് മെഡിക്കൽ കോളേജുകളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. അല്ലാതെ ഈ പണം കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ഫ്ലെക്സ് വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. ഈ ഗവൺമെൻറ്റിൻ്റെ ഫാഗൻഡിൽ 500 സീറ്റ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് വർദ്ധിപ്പിക്കുന്നു. ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് പാലക്കാട് പുതുതായി നൽകുന്നു. എന്നിട്ട് വയനാട്ടിലും കാസർഗോഡും ഓരോ മെഡിക്കൽ കോളേജ് ആരംഭിച്ചതിൽ 50 സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾക്ക് 500 സീറ്റുകൾ കൊടുക്കുമ്പോൾ ഗവൺമെൻറ്റിന് 2 മെഡിക്കൽ കോളേജുകൾക്ക് 100 സീറ്റാകെ കൊടുത്തു കഴിയുമ്പോൾ ഗവൺമെൻറ് എങ്ങോട്ടാണ് പോകുന്നത്? ഈ 500 സീറ്റിൽ ആദ്യത്തെ ഒറ്റ വർഷം 40 കോടി രൂപ മാനേജ്മെൻറ്റിന് കിട്ടും. ഈ പണം ഗവൺമെൻറ് വാങ്ങിച്ചിട്ട് ഈ നമ്മുടെ പാർട്ടി CPM വാങ്ങിയിട്ടുണ്ട്. ഇതിന് CPM മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മറുപടി പറയേണ്ടതാണ്. തീർച്ചയായിട്ടും NOC വാങ്ങണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് സാമ്പത്തികം കൊടുക്കാതെ ഇങ്ങനെ തിരക്കിട്ട് NOC കൊടുക്കത്തില്ല. ഈ മെഡിക്കൽ കോളേജുകളെ 50 സീറ്റുകൾ കൂട്ടി കൊടുത്തു. ഒരു മെഡിക്കൽ കോളേജിന് 150 സീറ്റ് മാറ്റി കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾക്ക് എന്തുകൊണ്ട് സീറ്റ് മാറ്റി കൊടുത്തുകൂടാ? അപ്പോൾ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജിൽ പോകും. അതേസമയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ റഷ് കുറയും. അപ്പോൾ ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. ഇവിടെ സ്വാശ്രയ കോളേജുകൾ വരുന്നതിന് ശക്തിയുക്തം എതിർത്തുന്നവരാണ് പിണറായി വിജയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ CPM. നമുക്കറിയാവുന്നതാണ് കൂത്തുപറമ്പിൽ നടന്ന വെടിവെപ്പ്. വാസ്തവത്തിൽ വലിയ ബുദ്ധിയൊന്നുമില്ലാത്ത കുറേ പ്രവർത്തകരെ ഇറക്കി വിടുകയും വെടിവെക്കുകയും ചെയ്തു. അവസാനം പുഷ്പൻ്റെ അവസ്ഥ എന്താണെന്ന് കാണണം. അപ്പോൾ പുഷ്പനെങ്കിലും മനസ്സിലാലോചിച്ചുകൊണ്ട് എന്തായാലും ഒരു സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ സ്വാശ്രയ സ്ഥാപനങ്ങൾ ആവശ്യം പോലെ കൊടുക്കുന്നുണ്ട്. പുഷ്പൻ്റെ ആത്മാവിനെങ്കിലും നോടെങ്കിലും നന്ദി കാണിക്കണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ഒരൊറ്റ കാര്യം ചെയ്യുക, സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുറഞ്ഞ നിരക്കിൽ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുക്കണം.